ഹലോ എവറി വൺ, വെൽക്കം ടു സെഹക്കാരി റേസ് പ്ലസ്. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്, ദാറ്റ് ഈസ് യൂണിറ്റ് ഓപ്പറേഷൻസ്. ഓക്കെ, സോ ഇത് നമ്മളുടെ സിലബസിൽ ഫുഡ് എൻജിനീയറിംഗ് എന്ന് പറയുന്ന ഒരു മെയിൻ ഹെഡിങ് നമുക്കുണ്ട്. സോ അതിൻ്റെ അണ്ടറിൽ നമുക്ക് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 10 മാർക്കാണ് ഈ ഒരു യൂണിറ്റ് പഠിച്ചാൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ഫുഡ് എൻജിനീയറിംഗ് എന്ന് പറയുന്നത്. ഫുഡ് എൻജിനീയറിംഗിൽ നിന്ന് നമുക്ക് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ നേരത്തെ അടുപ്പിച്ചൊരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കാണാം. ഒരു 10 ക്വസ്റ്റ്യൻ ഈ ഒരു യൂണിറ്റിൽ നിന്ന് കാണാൻ പറ്റും. അതും നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഒന്ന് റെഫർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ചുറ്റി വളഞ്ഞ് കൺഫ്യൂസിങ് ആയിട്ടൊന്നുമല്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റും ആണ്, അതേപോലെ ഇതെന്താണ്, ഈസിയാണ്. അതായത് ഈ ടോപ്പിക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ ഈസിയാണ്. കാരണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും, 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടും. അപ്പോൾ 10 മാർക്ക് സുഖമായിട്ട് നമ്മുടെ കയ്യിലേക്ക് വരും. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യൂണിറ്റ് ആണ് കേട്ടോ ഇത്. അതായത് ഫുഡ് എൻജിനീയറിംഗിലെ യൂണിറ്റ് ഓപ്പറേഷൻസ്. ഫുഡ് എൻജിനീയറിംഗിൻ്റെ അണ്ടറിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് യൂണിറ്റ് ഓപ്പറേഷൻസ്. അതേപോലെ ട്രാൻസ്ഫർ, അതും നമുക്ക് നോക്കുക. അതായത് ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫറും വരുന്നുണ്ട്. ഇത് ഇത്രയും കൂടി ചേരുന്നതാണ് ഫുഡ് എൻജിനീയറിംഗിൻ്റെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത്. എന്താണ് ഈ യൂണിറ്റ് ഓപ്പറേഷൻ എന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ, എന്താണ് അത് എന്നുള്ള കാര്യം മാത്രമേ ഞാനൊന്ന് പറയുന്നുള്ളൂ. അത് കഴിഞ്ഞ് അതിൻ്റെ അണ്ടറിൽ ഒരുപാട് പ്രോസസ്സുകൾ വരുന്നുണ്ട്. ഈ യൂണിറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് ഇൻഡസ്ട്രിയിൽ ചെയ്യുന്ന പ്രോസസ്സുകളാണ്. ലൈക്ക് ക്ലീനിങ്, ഗ്രൈൻഡിങ്, അല്ലെങ്കിൽ സൈസ് റിഡക്ഷൻ, ഫിൽട്രേഷൻ, ഇങ്ങനത്തെ ഓരോ പ്രോസസ്സിനെയാണ് നമ്മൾ യൂണിറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓരോ പ്രോസസ്സിനെയും പറ്റിയും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒട്ടും ഈ ഒരു ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യരുത്. മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഫുഡ് എൻജിനീയറിംഗ്. അതിൻ്റെ അണ്ടറിലുള്ള ഈ യൂണിറ്റ് ഓപ്പറേഷൻ ഉറപ്പായിട്ടും 10 ക്വസ്റ്റ്യൻ ഈ ഒരു സെക്ഷനിൽ നിന്ന് വരും. അപ്പോൾ നമുക്ക് ഇനി ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാതെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ എന്താണ് ഈ യൂണിറ്റ് ഓപ്പറേഷൻ എന്നുള്ളത് നോക്കാം. അപ്പോൾ യൂണിറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏതൊരു ടെക്നോളജി അല്ലെങ്കിൽ ഏതൊരു ഇൻഡസ്ട്രി എടുക്കുന്ന സമയത്തും നമ്മൾ കുറേ പ്രോസസ്സുകൾ അതിൻ്റെ അണ്ടറിൽ ചെയ്യുന്നുണ്ടാകും. ലൈക്ക് ക്ലീനിങ് ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ കട്ട് ചെയ്യുന്നത് എന്താണ്, ഒരു പ്രോസസ്സാണ്. സോ ഓരോ പ്രോസസ്സുകളും ഓരോ ഇൻഡസ്ട്രിയിലും കാണുമല്ലേ. അപ്പോൾ എന്താണ് ഈ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ്. നമ്മൾ ഒരു ഇൻഡസ്ട്രിയൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റി ആണ്. അതുവഴി നമ്മൾ എന്ത് ചെയ്യും, ആ റോ മെറ്റീരിയൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ അരി, അത് നെല്ലായിട്ടായിരിക്കുമല്ലേ നമുക്ക് കിട്ടുക. അതിനെ നമ്മൾ ക്ലീൻ ചെയ്യും, അതിനെ നമ്മൾ ഗ്രേഡ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതെന്തിനു വേണ്ടിയാണ്, അത് ക്ലീൻ ചെയ്ത് അത് നമുക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഗുഡായിട്ടുള്ള രീതിയിൽ ആ ഒരു പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രോസസ്സുകളെല്ലാം ചെയ്യുന്നത്. സോ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ആക്ടിവിറ്റി ഓർ ഇൻഡസ്ട്രിയൽ ഓപ്പറേഷൻ ദാറ്റ് മോഡിഫൈ ദ പ്രോപ്പർട്ടി ഓഫ് റോ മെറ്റീരിയൽ. റോ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ മോഡിഫൈ ചെയ്യുന്നു. അത് എന്തിനു വേണ്ടിയാണ്, നമുക്ക് നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ട രീതിയിൽ അതിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ ആ റോ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ മോഡിഫൈ ചെയ്യുന്ന ആ പ്രോസസ്സുകളെ എല്ലാമാണ്, അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റീസിനെ എല്ലാമാണ് നമ്മൾ പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. So process is a set of activity or industrial operations that modify the property of raw material. So ഇങ്ങനെ നമ്മൾ എന്തിനാണ് മോഡിഫൈ ചെയ്യുന്നത്, മോഡിഫൈ ചെയ്യുമ്പം നമുക്ക് അതിനെ എന്താക്കാൻ പറ്റും, ആ ഒരു പ്രോഡക്റ്റിന് ഗ്രേറ്റർ അക്സെപ്റ്റൻസ് കിട്ടും, മാർക്കറ്റിൽ ഗ്രേറ്റർ അക്സെപ്റ്റൻസ് കിട്ടും. അതേപോലെ ബെറ്റർ പോസിബിലിറ്റി ഓഫ് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടും വരും. സോ ഇങ്ങനത്തെ മോഡിഫിക്കേഷൻസ് ചെയ്യുന്നത് വഴി നമുക്ക് എന്താണ് കിട്ടുക, എന്തൊക്കെയാണത്, ഒന്ന് ആ പ്രോഡക്റ്റ് നമുക്ക് ഗ്രേറ്റർ അക്സെപ്റ്റൻസ് കിട്ടും മാർക്കറ്റിൽ. അതേപോലെ അതെന്തായിരിക്കും, സ്റ്റോറേജ് ചെയ്യാനും അതേപോലെ ട്രാൻസ്പോർട്ട് ചെയ്യാനും ഈസിയും ആയിരിക്കും. സോ അതാണ് ഈ മോഡിഫിക്കേഷൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. സോ ദീസ് പ്രോസസ്സസ് ഓർ ഈവൻ ദ സ്റ്റെപ്സ്, നമ്മളൊരു ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ഈ പ്രോസസ്സസ് അല്ലെങ്കിൽ സ്റ്റെപ്സിനെ കളക്റ്റീവായിട്ടോ അല്ലെങ്കിൽ ആ ഓരോ പ്രോസസ്സിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് ഓപ്പറേഷൻസ് എന്ന്. ഓക്കെ ആണല്ലോ. സോ ദീസ് പ്രോസസ് ഓർ ദ പ്രോസസ്സർ ഓർ സിംപ്ലി ദ സ്റ്റെപ്സ് യൂസ്ഡ് ബൈ ദ ഇൻഡസ്ട്രീസ് ഫോർ കൺവേർട്ടിംഗ് ദ റോ മെറ്റീരിയൽ ഇൻ ടു ഡിസയർഡ് ആൻഡ് യൂസ്ഫുൾ പ്രോഡക്റ്റ് ആർ നോൺ ആസ് ദ യൂണിറ്റ് ഓപ്പറേഷൻസ്. അപ്പോൾ അതിൽ ക്ലീനിങ് എന്ന് പറയുന്നത് എന്താണ്, ഒരു യൂണിറ്റ് ഓപ്പറേഷനാണ്. സൈസ് റിഡക്ഷൻ, അതൊരു യൂണിറ്റ് ഓപ്പറേഷനാണ്. ഫിൽട്രേഷൻ,
ഓക്കെ, ഫിൽട്രേഷൻ അതെന്താണ്, ഒരു യൂണിറ്റ് ഓപ്പറേഷൻ ആണ്. സോ ഈ ഓരോ പ്രോസസ് അല്ലെങ്കിൽ ദ പ്രോസസ്സസ് ഓർ ദ സ്റ്റെപ്പ് ഇൻ ദ ഇൻഡസ്ട്രി അതെന്താണ് ചെയ്യുക, റോ മെറ്റീരിയലിനെ ഡിസൈഡ് അല്ലെങ്കിൽ യൂസ്ഫുൾ പ്രോഡക്റ്റ് ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ യൂണിറ്റ് ഓപ്പറേഷൻസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് എന്തൊക്കെ വരുന്നു, ക്ലീനിങ് ഒരു യൂണിറ്റ് ഓപ്പറേഷൻ ആണ്. കോട്ടിങ്, ചില സമയത്ത് ചില ഫുഡ് സ്റ്റഫിനെ നമ്മൾ കോട്ട് ചെയ്യേണ്ടി വരാറുണ്ട്, അല്ലെങ്കിൽ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും. കൺട്രോളിങ്, ഡിസിൻറ്റഗ്രേറ്റിംഗ്, ഡ്രൈയിങ്, ഇവാപ്പറേറ്റിംഗ്, ഫെർമെൻറ്റേഷൻ, ഹീറ്റിംഗ് ഓർ കൂളിംഗ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, മിക്സിംഗ്, പാക്കേജിംഗ്, പമ്പിംഗ്, സെപ്പറേഷൻ. ഇതെല്ലാം എന്തിൻ്റെ അണ്ടറിൽ വരും, യൂണിറ്റ് ഓപ്പറേഷൻ്റെ അണ്ടറിൽ വരും. ഇതെല്ലാം എന്താണ്, യൂണിറ്റ് ഓപ്പറേഷൻസ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ ചെയ്യുന്ന ആ സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ ആ പ്രോസസ്സുകളെയാണ് നമ്മൾ യൂണിറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫുഡ് പ്രോസസ്സിംഗ് എഞ്ചിനീയറിംഗ് എന്താണെന്നുള്ളത് നോക്കാം. നമ്മളെ ടോപ്പിക് അതാണ്, ഫുഡ് എഞ്ചിനീയറിംഗ്. എന്താണ് ഈ ഫുഡ് പ്രോസസ് എഞ്ചിനീയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റി ആണ്. അതിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞ ഈ ഡ്രൈയിങ് ആയാലും ക്ലീനിങ് ആയാലും നമ്മൾ എന്തിൻ്റെ ബേസിസിലായിരിക്കും, ഫിസിക്കൽ, നാച്ചുറൽ, ബയോളജിക്കൽ അല്ലെങ്കിൽ എക്കണോമിക് സയൻസിൻ്റെ ബേസിസിലായിരിക്കും ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. സോ അതായത് അവിടെ നടക്കുന്ന ഫിസിക്കൽ സ്റ്റേറ്റ് നമ്മൾ നോക്കും, ഹീറ്റ് ട്രാൻസ്ഫർ നോക്കും, മാസ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ടോ, അങ്ങനത്തെ പല കാര്യങ്ങളും നോക്കിയിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സുകളെല്ലാം ചെയ്യുന്നത്. സോ അതിനെയാണ് നമ്മൾ ഫുഡ് പ്രോസസ് എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കുക. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ പാർട്ട് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റി ഇൻ വിച്ച് ദ നോളജ് ഓഫ് ഫിസിക്കൽ, നാച്ചുറൽ ആൻഡ് എക്കണോമിക് സയൻസ് ഈസ് അപ്ലൈഡ് ടു അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ആസ് റിലേറ്റഡ് ടു ദ കോമ്പോസിഷൻ, എനർജറ്റിക് കണ്ടന്റ് ഓർ ദ ഫിസിക്കൽ സ്റ്റേറ്റ്. അപ്പോൾ ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഈ ഫുഡ് പ്രോസസ് എഞ്ചിനീയറിംഗിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്, നമ്മൾ ആ ഒരു പ്രോസസ്സ്, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ യൂണിറ്റ് ഓപ്പറേഷൻസ് അല്ലേ, ക്ലീനിങ് അല്ലെങ്കിൽ ഡ്രൈയിങ്, അതിൻ്റെ അണ്ടറിൽ വരുന്ന പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ലോ ദാറ്റ് ഗവേൺസ് ദ ഫിസിക്കൽ, കെമിക്കൽ അല്ലെങ്കിൽ ബയോകെമിക്കൽ സ്റ്റേജസ്, ആ പ്രോസസ്സിൽ വരുന്ന ചേഞ്ചസ് അത് നമ്മൾ മോഡിഫൈ ചെയ്യുമ്പം ചിലപ്പോൾ ഒരു ഫിസിക്കൽ ചേഞ്ച് ആയിരിക്കും അവിടെ നടക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കെമിക്കൽ ചേഞ്ച് ആയിരിക്കും അവിടെ നടക്കുന്നത്. സോ അതിനെ ഗവേൺ ചെയ്യുന്ന പ്രിൻസിപ്പിളിനെ പറ്റി അല്ലെങ്കിൽ ലോസിനെ പറ്റിയുള്ള സ്റ്റഡീസ് നമ്മൾ നോക്കാറുണ്ട് ഈ ഫുഡ് പ്രോസസ് എഞ്ചിനീയറിങ്ങിനകത്ത്. എന്നിട്ട് അതനുസരിച്ച് നമുക്ക് വേണ്ട എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ അപ്പാരറ്റസ് ഡിസൈൻ ചെയ്യുന്നതും എല്ലാം എന്താണ്, ഈ ഫുഡ് പ്രോസസ് എഞ്ചിനീയറിങ്ങിൻ്റെ അണ്ടറിലാണ്. സോ main objective of food process engineering is to study the principles and law governing the physical, chemical or biochemical stages of different processes and the apparatus or equipment by which such stages are industrially carried out. അതായത് നമ്മളിപ്പം ക്ലീൻ ചെയ്യണമെങ്കിൽ ഒരു എക്യുപ്മെൻറ്റ് നമുക്ക് വേണം. അപ്പോൾ ക്ലീനിങ്ങിൽ നമ്മൾ എന്താണ് അവിടെ വരുന്ന പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ലോ എന്ന് നോക്കും. അത് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു എക്യുപ്മെൻറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ആ ഒരു അപ്പാരറ്റസ് ഡെവലപ്പ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡിസ്റ്റിലേഷൻ, ഓക്കെ, ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ഓപ്പറേഷൻ ആണ്. ഓക്കെ, ഡിസ്റ്റിലേഷൻ ഞാൻ എക്സാമ്പിൾ പറയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡിസ്റ്റിലേഷനിൽ എന്താണ്, ആ ലിക്വിഡ്സിൻ്റെ ബോയിലിംഗ് പോയിന്റ് ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ വേപ്പർ പ്രഷർ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, അതിനെ വേപ്പറൈസ് ചെയ്തെടുക്കും. അതായത് ബോയിലിംഗ് പോയിന്റ് കുറവുള്ളത് പെട്ടെന്ന് വേപ്പറൈസ് ചെയ്യാം, അങ്ങനെ നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഡിസ്റ്റിലേഷനിൽ സംഭവിക്കുക. സോ ഇതിൻ്റെ ബേസിസ് അപ്പോൾ അവിടെ എന്താണ്, ഇറ്റ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണല്ലേ. അപ്പോൾ നമ്മൾ അതിന് വേണ്ട ഒരു എക്യുപ്മെൻറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കും. സോ ആ ഒരു പ്രോസസ്സിൻ്റെ അണ്ടറിൽ വരുന്ന അല്ലെങ്കിൽ ആ പ്രോസസ്സ് ഏത് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ലോയുടെ അണ്ടറിലാണ് വരുന്നതെന്ന് നോക്കും. അതിന് പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു എക്യുപ്മെൻറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം ബേസ്ഡ് ഓൺ ദാറ്റ് പ്രിൻസിപ്പിൾ ഓർ ദ ലോ. അപ്പോൾ അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഈ ഫുഡ് പ്രോസസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എല്ലാ യൂണിറ്റ് ഓപ്പറേഷൻസിലും എന്തെങ്കിലുമൊക്കെ ലോസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് അതിനെ ഗവേൺ ചെയ്യുന്നുണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയും വേണം. ഓക്കെ, സോ അതിനാണ് ഈ ഫുഡ് പ്രോസസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇന്ന് ജസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ആണ്. യൂണിറ്റ് ഓപ്പറേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു, ഇനി അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് നോക്കാം. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓരോ ക്ലാസിഫിക്കേഷൻ, അതായത് ഓരോ മെയിൻ ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്ന് മാത്രം പഠിച്ചാൽ മതി. അതായത് കൂടുതൽ നിങ്ങൾ പഠിക്കാൻ നിൽക്കേണ്ട. ഇപ്പോൾ നമ്മൾ ഈ ഓരോ ക്ലാസിഫിക്കേഷനിലും ഇപ്പോൾ ഫിസിക്കലിൻ്റെ അണ്ടറിലും കെമിക്കലിൻ്റെ അണ്ടറിലും വരുന്ന പ്രോസസ്സുകൾ ഏതാണ് എന്ന് മാത്രം പഠിച്ചാൽ മതി. അല്ലാതെ കൂടുതൽ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് കൂടുതൽ നിങ്ങൾ പഠിക്കാൻ നിൽക്കേണ്ട. ഇനി ഇതിൽ ഓരോ പ്രോസസ്സും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോൾ ഞാൻ പറയാം ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന്.
ഓക്കെ, അപ്പം ഈ ഒരു സെക്ഷനിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട എന്താണ്, ഫിസിക്കലിൻ്റെ അണ്ടറിൽ ഏതൊക്കെ പ്രോസസ്സ് അല്ലെങ്കിൽ യൂണിറ്റ് ഓപ്പറേഷൻസ് വരുന്നുണ്ട്, കെമിക്കലിൻ്റെ അണ്ടറിൽ ഏതൊക്കെ യൂണിറ്റ് ഓപ്പറേഷൻസ് വരുന്നുണ്ട്, അങ്ങനെയുള്ള മാത്രം ഈ ഒരു ഏരിയയിൽ പഠിച്ചു പോയാൽ മതി. ഓക്കെ, അത് നോട്ട് ചെയ്ത് പഠിച്ചോളൂ. സോ യൂണിറ്റ് ഓപ്പറേഷൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പം ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ട്രാൻസ്ഫോർമേഷൻ, അവിടെ നമ്മൾ മോഡിഫിക്കേഷൻ നടത്തുമെന്ന് പറഞ്ഞില്ലേ. സോ ഈ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ അതിൽ നടക്കുന്ന ഈ ട്രാൻസ്ഫോർമേഷൻ്റെ നേച്ചർ അനുസരിച്ച് നമുക്ക് യൂണിറ്റ് ഓപ്പറേഷൻസിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഫിസിക്കൽ യൂണിറ്റ് ഓപ്പറേഷൻസ്, 2 കെമിക്കൽ ആൻഡ് 3 ബയോകെമിക്കൽ. സോ ഫിസിക്കൽ സ്റ്റേജസ് വരുന്ന യൂണിറ്റ് ഓപ്പറേഷൻസ് ഉണ്ട്, കെമിക്കൽ ആയിട്ട് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് വരുന്നുണ്ട്, ബയോകെമിക്കൽ റിയാക്ഷൻസ് വരുന്നതും ഉണ്ട്. ഓക്കെ, സോ യൂണിറ്റ് ഓപ്പറേഷൻ്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇതാണ്. ഡിപ്പെൻഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ ട്രാൻസ്ഫോർമേഷൻ പെർഫോം. ഇറ്റ് ഈസ് ഓഫ് 3 ടൈപ്സ്, ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോകെമിക്കൽ സ്റ്റേജസ്. അല്ല, ഫസ്റ്റ് വൺ ആണ് ഫിസിക്കൽ സ്റ്റേജ്. ഓക്കെ, ഫിസിക്കൽ സ്റ്റേജ് എന്ന് പറയുമ്പം അവിടെ കെമിക്കൽ രീതി അല്ലെ, ചിലപ്പോൾ അത് ഇപ്പം സോളിഡ് ആയിട്ടിരിക്കുന്നത് ലിക്വിഡ് ആവാം, അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടിരിക്കുന്നത് ഗ്യാസ് ആവാം. അങ്ങനത്തെ ഫിസിക്കൽ സ്റ്റേജസിൽ മാത്രമേ ചേഞ്ചസ് വരുന്നുള്ളൂ, അല്ലെങ്കിൽ അത് പൗഡർ ആക്കി മാറ്റുന്നു, അങ്ങനത്തെ കാര്യങ്ങളാണ്. അതായത് കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും അവിടെ നടക്കുന്നില്ല, അത്രയും ഓർത്താൽ മതി. കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും അവിടെ നടക്കുന്നില്ല. ഓക്കെ, അങ്ങനെ വരുന്നതാണ് ഗ്രൈൻഡിങ്, സീവിങ്, മിക്സ്ചർ, ഫ്ലൂയിഡൈസേഷൻ, സെഡിമെന്റേഷൻ, ഫ്ലോട്ടേഷൻ, ഫിൽട്രേഷൻ, റെക്ടിഫിക്കേഷൻ, absorption, extraction, adsorption, heat exchange, evaporation, drying. ഇവിടെ കെമിക്കൽ ചേഞ്ചസ് സംഭവിക്കാത്ത, അതായത് എല്ലാത്തിലും വരില്ല, ചില സമയത്ത് അബ്സോർപ്ഷനിലൊക്കെ ചെറിയ ഒരു ചേഞ്ചസ് വരും, ബട്ട് ജനറലി നമ്മൾ അബ്സോർപ്ഷനെ ഫിസിക്കൽ സ്റ്റേജസിൻ്റെ അണ്ടറിൽ തന്നെയാണ് പ്ലേസ് ചെയ്യുക കേട്ടോ. അതായത് ഫിസിക്കലി മാത്രം ഒരു ചേഞ്ച് അവിടെ സംഭവിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഫിസിക്കൽ സ്റ്റേജസ് എന്ന് അണ്ടറിൽ പ്ലേസ് ചെയ്യാം. എന്തൊക്കെയാണത്? ഗ്രൈൻഡിങ്, സീവിങ്, മിക്സ്ചർ, ഫ്ലൂയിഡൈസേഷൻ, സെഡിമെന്റേഷൻ, ഫ്ലോട്ടേഷൻ, ഫിൽട്രേഷൻ, അബ്സോർപ്ഷൻ, എക്സ്ട്രാക്ഷൻ, അഡ്സോർപ്ഷൻ, ഹീറ്റ് എക്സ്ചേഞ്ച്, ഡ്രൈയിങ്, ഇവാപ്പറേഷൻ, ഇതെല്ലാം എന്താണ്? ഫിസിക്കൽ സ്റ്റേജസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇനി കെമിക്കൽ സ്റ്റേജസിൽ വരുന്നതാണ് റിഫൈനിങ്, കെമിക്കൽ പീലിംഗ്, ഇതൊക്കെ എന്താണ്? കെമിക്കൽ സ്റ്റേജസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇനി ബയോകെമിക്കൽ സ്റ്റേജസിലാണ്, അതായത് അവിടെ എന്തെങ്കിലും ഒരു മൈക്രോ ഓർഗാനിസം ഇൻവോൾവ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ എൻസൈമാറ്റിക് പീലിംഗ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഈ ബയോകെമിക്കൽ സ്റ്റേജസിലാണ്. ഫെർമെന്റേഷൻ ഓർത്ത് വെച്ചേക്കാം, ബയോകെമിക്കൽ സ്റ്റേജസിലാണ് ഫെർമെന്റേഷൻ വരുന്നത്. സ്റ്റെറിലൈസേഷൻ, പാസ്ചറൈസേഷൻ, എൻസൈമാറ്റിക് പീലിംഗ്, ഇതൊക്കെയാണ് ബയോകെമിക്കൽ സ്റ്റേജസിൻ്റെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ എക്സാമ്പിൾസ് മാത്രം പഠിക്കുക. യൂണിറ്റ് ഓപ്പറേഷൻ്റെ ക്ലാസിഫിക്കേഷൻ, ഫസ്റ്റ് വൺ ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ട്രാൻസ്ഫോർമേഷൻ, ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോകെമിക്കൽ. ഫിസിക്കലിൻ്റെ അണ്ടറിൽ നമ്മൾ വരുന്നതാണ് ഗ്രൈൻഡിങ്, സീവിങ്, മിക്സ്ചർ, സെഡിമെന്റേഷൻ, അബ്സോർപ്ഷൻ, എക്സ്ട്രാക്ഷൻ, അഡ്സോർപ്ഷൻ, ഫിൽട്രേഷൻ, ഡ്രൈയിങ് ഒക്കെ എന്താണ്? ഫിസിക്കൽ സ്റ്റേജസ് ആണ്. രണ്ടാമത്തേതാണ് കെമിക്കൽ സ്റ്റേജസ്. അതിൻ്റെ അണ്ടറിൽ എന്തൊക്കെയാണ്? റിഫൈനിങ്, കെമിക്കൽ പീലിംഗ്. മൂന്നാമത്തേത് ബയോകെമിക്കൽ സ്റ്റേജസ്, അതിൽ ഫെർമെന്റേഷൻ, സ്റ്റെറിലൈസേഷൻ, പാസ്ചറൈസേഷൻ, എൻസൈമാറ്റിക് പീലിംഗ് ഒക്കെയാണ് ബയോകെമിക്കൽ സ്റ്റേജസിൻ്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആണല്ലോ. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ എന്താണ്, ഫസ്റ്റ് നമ്മൾ അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ബേസ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ എന്തൊക്കെ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ട്രാൻസ്ഫോർമേഷനിൽ വരുന്നുണ്ട്, കെമിക്കൽ രീതിയിലുള്ള ചേഞ്ചസ് ആണോ ഫിസിക്കൽ രീതിയിലുള്ളതാണോ എന്നുള്ള കാര്യമാണ് ആദ്യം നമ്മൾ നോക്കിയത്. ഇനി രണ്ടാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിന്റെ ട്രാൻസ്ഫർ പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് ലൈക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ആണോ അവിടെ നടക്കുന്നത്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇതിന്റെ അണ്ടറിലും വരും കേട്ടോ. ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ആണോ അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ മാസിന്റെ ട്രാൻസ്ഫർ ആണോ, എനർജിയുടെ ട്രാൻസ്ഫർ ആണോ, അല്ലെങ്കിൽ വെലോസിറ്റി ട്രാൻസ്ഫർ ആണോ, അല്ലെങ്കിൽ അതിന്റെ ഡിഫറൻസ് ആണോ അവിടെ വരുന്നതെന്ന് ബേസ് ചെയ്തിട്ടുള്ളതാണ് അടുത്ത ക്ലാസിഫിക്കേഷൻ. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ മാസ്, എനർജി ഓർ വെലോസിറ്റി. ഓക്കെ, സോ അതാണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ. ഇതാണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ട്രാൻസ്ഫേർഡ് പ്രോപ്പർട്ടി. അതെങ്ങനെയാണ്? ദാറ്റ് അവിടെ നടക്കുന്ന ആ ഒരു ബോഡിക്ക് നടക്കുന്ന ചേഞ്ചസ് എങ്ങനെയാണെന്നാണ് നമ്മളവിടെ നോക്കുന്നത്. ഒന്നെങ്കിൽ മാസ് ചേഞ്ച് ആണോ, അല്ലെങ്കിൽ മാസിൽ വരുന്ന വേരിയേഷൻ ആണോ, എനർജിയിൽ വരുന്ന വേരിയേഷൻ ആണോ, അല്ലെങ്കിൽ വെലോസിറ്റിയിൽ വരുന്ന വേരിയേഷൻ ആണോ അവിടെ നോക്കുന്നത്. ഓക്കെ, സോ അതിന്റെ ബേസിസിൽ നമുക്ക് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് മാസ് ട്രാൻസ്ഫർ ഉണ്ട്, രണ്ടാമത്തത് ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ്സ് ഉണ്ട്, മൂന്നാമത്തത് മൊമെന്റം ട്രാൻസ്ഫർ വരുന്നുണ്ട്. സോ മനസ്സിലായല്ലോ? അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആണ്
യൂണിറ്റ് ഓപ്പറേഷനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയാണ്? മാസ് ട്രാൻസ്ഫർ, ഹീറ്റ് ട്രാൻസ്ഫർ, മൊമെന്റം ട്രാൻസ്ഫർ. ഓക്കെ, അപ്പോൾ അവിടെ എന്തിൻ്റെ ഡിഫറൻസ് ആണ് അവിടെ, അതായത് ആ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഹീറ്റ് ഡിഫറൻസ് ആണോ അല്ലെങ്കിൽ എനർജി ഡിഫറൻസ് ആണോ എന്ന് നമ്മൾ നോക്കും, അല്ലെങ്കിൽ മാസിൽ വരുന്ന ഡിഫറൻസ് ആണോ അല്ലെങ്കിൽ വെലോസിറ്റിയിൽ വരുന്ന ഡിഫറൻസ് ആണോ എന്ന് നോക്കും. മാസ് ആണെങ്കിൽ മാസ് ട്രാൻസ്ഫർ, എനർജിയിൽ നമ്മൾ മെയിനായിട്ടും ഹീറ്റ് ട്രാൻസ്ഫർ ആണ് നോക്കുന്നത്. മൊമെന്റം വെലോസിറ്റിയിൽ വരുന്നതാണ് മൊമെന്റം ട്രാൻസ്ഫർ. ഓക്കെ, അപ്പോൾ ഇതിലെ ഫസ്റ്റ് വൺ ആണ് മാസ് ട്രാൻസ്ഫർ യൂണിറ്റ് ഓപ്പറേഷൻസ്. അപ്പം ഈ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിൽ വരുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ദേ ആർ കൺട്രോൾഡ് ബൈ ഡിഫ്യൂഷൻ ഓഫ് കമ്പോണന്റ് വിത്തിൻ എ മിക്സ്ചർ. അതിൽ വരുന്നതാണ് ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിലേഷൻ ഈ മാസ് ട്രാൻസ്ഫറിൽ വരുന്നതാണ്. സോ ഇവിടെ സെപ്പറേഷൻ ഓഫ് വൺ ഓർ മോർ കമ്പോണന്റ് ബൈ ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് വേപ്പർ പ്രഷർ ഡിഫറൻസ് ആണ് ഇവിടെ നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റിലെ ഡിഫറൻസ്, ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ വേപ്പർ പ്രഷർ ഡിഫറൻസ് ആണ് നമ്മൾ ഡിസ്റ്റിലേഷനിൽ നോക്കുക. ഇപ്പോൾ ഡിസ്റ്റിലേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ആ മിക്സ്ചർ ആയിരിക്കും ഇവിടെ എടുക്കുക അല്ലേ, അതിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ബോയിലിംഗ് പോയിന്റ് കുറവുള്ളത് ഇവിടുന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് വരും, എന്നിട്ട് അതിനെ നമ്മൾ കളക്ട് ചെയ്യും അല്ലേ. സോ ഇവിടെ മാസ് എന്താണ്? മാസ് ആണ് അവിടെ ട്രാൻസ്ഫർ ആവുന്നത്. കേട്ടോ, അവിടെ ഉള്ള ആ സബ്സ്റ്റൻസ് വേപ്പറൈസ് ചെയ്ത് പോവുകയാണല്ലേ. സോ അവിടെ മാസ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. സോ അതാണ് ഡിസ്റ്റിലേഷൻ. സോ സെപ്പറേഷൻ ഓഫ് വൺ ഓർ മോർ കമ്പോണന്റ് ബൈ ടേക്കിംഗ് ദ അഡ്വാൻറ്റേജ് ഓഫ് വേപ്പർ പ്രഷർ ഡിഫറൻസ് ഓർ ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ്. ഇനി അടുത്താണ് അബ്സോർപ്ഷൻ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? എ കമ്പോണന്റ് ഓഫ് ഗ്യാസ് മിക്സ്ചർ ഈസ് അബ്സോർബ്ഡ് ബൈ എ ലിക്വിഡ്. ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഒരു സോളിഡ് സർഫസ് അല്ലെങ്കിൽ സിംപ്ലി നമുക്ക് ലിക്വിഡ് എന്ന് പറയാം. ആ ലിക്വിഡ് ഒരു ഗ്യാസ് മിക്സ്ചറിനെ അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അത് ആ ഗ്യാസിന്റെ സോളബിലിറ്റി ബേസ് ചെയ്തിട്ടായിരിക്കും അവിടെ എന്ത് നടക്കുക? അബ്സോർപ്ഷൻ നടക്കുന്നത്. അത് ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കെമിക്കൽ റിയാക്ഷൻ അവിടെ നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫിസിക്കലിനകത്ത് നമ്മൾ കൂടുതലും അബ്സോർപ്ഷൻ പ്ലേസ് ചെയ്യുക, ബട്ട് അവിടെ ചില സമയത്ത് എന്ത് നടക്കാറുണ്ട്? കെമിക്കൽ റിയാക്ഷനും നടക്കാറുണ്ട്. സോ അബ്സോർപ്ഷൻ മേ ഒക്കർ വിത്ത് ഓർ വിത്തൗട്ട് കെമിക്കൽ റിയാക്ഷൻ. കൂടുതലും വിത്തൗട്ട് കെമിക്കൽ റിയാക്ഷൻ ആണ്, കുറച്ച് രീതിയിൽ മാത്രമാണ് കെമിക്കൽ റിയാക്ഷൻ അവിടെ നടക്കുക. ഓക്കെ, സോ അതാണ് അബ്സോർപ്ഷൻ. അപ്പോൾ ഒരു ഗ്യാസ് ഒരു ലിക്വിഡിൽ എന്ത് ചെയ്യാണ്? ഡിസോൾവ് ചെയ്യുക അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നത്, അത് അബ്സോർപ്ഷൻ. ഓക്കെ, അതിൻ്റെ ഓപ്പോസിറ്റ്, അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകുന്നതാണ് ഡീസോർപ്ഷൻ എന്ന് പറയുന്നത്. സോ ദ ഓപ്പോസിറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് ദ ഡീസോർപ്ഷൻ. ഇനി അടുത്ത ഒരെണ്ണമാണ് എക്സ്ട്രാക്ഷൻ. അതും മാസ് ട്രാൻസ്ഫറിനെ ബേസ് ചെയ്തിട്ടാണ് എക്സ്ട്രാക്ഷനും വരുന്നത്. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡിസൊല്യൂഷൻ ഓഫ് എ മിക്സ്ചർ, മേ ബി ഒരു ലിക്വിഡ് അല്ലെങ്കിൽ സോളിഡ്, ഇൻ എ സെലക്റ്റീവ് സോൾവെന്റ്. ഒരു സോൾവെന്റിലേക്ക് ഒരു ലിക്വിഡ് അല്ലെങ്കിൽ സോളിഡ് ഡിസോൾവ് ചെയ്യുന്ന ബേസിസിലായിരിക്കും ഈ എക്സ്ട്രാക്ഷൻ അവിടെ നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒന്നെങ്കിൽ ലിക്വിഡ് ലിക്വിഡ് ആവാം, അല്ലെങ്കിൽ സോളിഡ് ലിക്വിഡ് എക്സ്ട്രാക്ഷൻ വരാം. സോ ഇതിനകത്ത് വരുന്നതാണ് വാഷിംഗ്, ലിക്സിവിയേഷൻ. ലിക്സിവിയേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു നോൺ വേപ്പറൈസിങ് ആയിട്ടുള്ള ഒരെണ്ണം അല്ലെങ്കിൽ നോൺ ഡിസോൾവിങ് ആയിട്ടുള്ള ഒരു സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്യാണ്? സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതിനെയാണ് കേട്ടോ, അതിനെയാണ് ലിക്സിവിയേഷൻ എന്ന് പറയുന്നത്. സോ ഇതെല്ലാം ഈ എക്സ്ട്രാക്ഷൻ അണ്ടറിൽ നമുക്ക് പ്ലേസ് ചെയ്യാം. ഇനി അടുത്തയാണ് അഡ്സോർപ്ഷൻ. അതായത് ഒരു സോളിഡിന്റെ സർഫസിലേക്ക് ഒരു ഫ്ലൂയിഡ്, മേ ബി ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസ് എന്ത് ചെയ്യാണ്? അഡ്സോർബ് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ അതിന്റെ സർഫസിലേക്ക് അതിനെ അഡ്സോർബ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സോർപ്ഷൻ. മാറിപ്പോവരുത് കേട്ടോ, അബ്സോർപ്ഷനും അഡ്സോർപ്ഷനും മാറിപ്പോവരുത്. അഡ്സോർപ്ഷനെയാണ് നമ്മൾ സോർപ്ഷൻ എന്ന് പറയുന്നത്. So adsorption involves the elimination of one or more component of a fluid like liquid or gas by retention on the surface of a solid. ഒരു സോളിഡിന്റെ സർഫസിലേക്ക് അത് അറ്റാച്ച് ചെയ്യുകയാണ്, ഒന്നുകിൽ ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസ്. അതിനെയാണ് നമ്മൾ കളക്റ്റീവ് ആയിട്ട് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. സോ ആ ഒരു പ്രോസസ്സിനെയാണ് അഡ്സോർപ്ഷൻ എന്ന് പറയാം. ഇനി അടുത്ത അയൺ എക്സ്ചേഞ്ച്. അതും ഒരു മാസ് ട്രാൻസ്ഫർ ആണ്. അതെങ്ങനെയാണ്? നമ്മൾ ഒരു അയോണിനെ വേറൊരു അയോൺ വെച്ചിട്ടോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനെയാണ് അയൺ എക്സ്ചേഞ്ച് എന്ന് വിളിക്കുന്നത്. സോ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് വൺ ഓർ മോർ അയോൺ ഓഫ് എ സൊല്യൂഷൻ വിത്ത് അനദർ എക്സ്ചേഞ്ച് ഏജന്റിനെയാണ് അയൺ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇത് ഇത്രയാണ് മാസ് ട്രാൻസ്ഫറിൽ വരുന്ന യൂണിറ്റ് ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നോക്കാം. അയൺ എക്സ്ചേഞ്ച്, അഡ്സോർപ്ഷൻ, എക്സ്ട്രാക്ഷൻ, അബ്സോർപ്ഷൻ ആൻഡ് ഡിസ്റ്റിലേഷൻ. ഇത് ഇത്രയാണ് മാസ് ട്രാൻസ്ഫർ യൂണിറ്റ് ഓപ്പറേഷൻസ്. ഇനി അടുത്തയാണ് എനർജി ട്രാൻസ്ഫർ. അതിൽ നമ്മൾ നോക്കുന്നതാണ് ഹീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, ഹീറ്റ് ട്രാൻസ്ഫർ യൂണിറ്റ് ഓപ്പറേഷൻ. സോ ദീസ് ഓപ്പറേഷൻസ് ആർ കൺട്രോൾഡ് ബൈ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് ആയിരിക്കും ഇവിടെ വരുന്നത്. ദേ ആർ കൺട്രോൾഡ് ബൈ ടെമ്പറേച്ചർ ഗ്രേഡിയൻസ്.
ഓക്കെ, അപ്പം ഹീറ്റിന്റെ ട്രാൻസ്ഫറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു കാര്യങ്ങൾ, ഈ യൂണിറ്റ് ഓപ്പറേഷൻസ് നടക്കുന്നത്. അത് 3 രീതിയിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ആണ് അവിടെ ഉണ്ടാവുക. ഇതൊക്കെയാണ് കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. So they depend on mechanism by which heat is transferred. ആ മെക്കാനിസംസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ കണ്ടക്ഷൻ. ഓക്കെ, കണ്ടക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻ എ കണ്ടിന്യൂസ് മെറ്റീരിയൽ മീഡിയ ഹീറ്റ് ഫ്ലോസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഡിക്രീസസ് ആൻഡ് ദർ ഇസ് നോ മാക്രോസ്കോപ്പിക് മൂവ്മെന്റ് ഓഫ് മാസ്. അതായത് ഹൈ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിൽ നിന്ന് ലോ ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് എന്ത് ചെയ്യും? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. സോ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. സോ ഇതിൽ എനർജി മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, മാസ് അവിടെ മൂവ് ചെയ്യില്ല, അല്ലെങ്കിൽ മാസിന്റെ ട്രാൻസ്ഫർ അവിടെ നടക്കില്ല. സോ അതുകൊണ്ടാണ് എനർജി ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. സോ കണ്ടക്ഷൻ വഴി എന്ത് നടക്കാറുണ്ട്? ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാറുണ്ട്, കണ്ടക്ഷൻ. ഓക്കെ, രണ്ടാമത്തേതാണ് കൺവെക്ഷൻ. സോ ദ എൻതാൽപ്പി ഫ്ലോ അസോസിയേറ്റഡ് വിത്ത് മൂവിങ് ഫ്ലൂയിഡ്. മൂവിങ് ഫ്ലൂയിഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് സംഭവിക്കുക? ഈ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. അതിനെയാണ് കൺവെക്റ്റീവ് ഫ്ലോ ഓഫ് ഹീറ്റ് എന്ന് പറയാം. അത് നാച്ചുറലി നമ്മൾ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്ത് പമ്പ് ചെയ്തിട്ട് നമ്മളത് ചെയ്യാറുണ്ട്. ഇനി ലാസ്റ്റ് വൺ ആണ് റേഡിയേഷൻ. അതെന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിരിക്കും അവിടെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എനർജി ട്രാൻസ്ഫർ എങ്ങനെയാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ ഫോമിലായിരിക്കും പോവുക. സോ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മീഡിയ ഇവർക്ക് ആവശ്യമില്ല. കാരണം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ വാക്യൂമിലും എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും. സോ ദർ ഇസ് നോ നീഡ് ഓഫ് മീഡിയ ഫോർ ദ ട്രാൻസ്മിഷൻ. ഇനി അപ്പം ഈ 3 രീതിയിലാണ് ഹീറ്റിന്റെ ട്രാൻസ്ഫർ നടക്കുന്നത്. എന്തൊക്കെയാണ്? കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. ഇനി ഇതിൽ വരുന്ന യൂണിറ്റ് ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? ഇതാണ്, നോക്കിക്കോളൂ. തെർമൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഇല്ലേ? സ്റ്റെറിലൈസേഷൻ, പാസ്ചറൈസേഷൻ, ഇതൊക്കെ എന്തിൻ്റെ അണ്ടറിൽ വരും? ഹീറ്റ് ട്രാൻസ്ഫറിന്റെ അണ്ടറിലാണ് വരിക. ഇവാപ്പറേഷൻ, ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്, ഓവൻസ്, സോളാർ പ്ലേറ്റ്സ്, ഇതെല്ലാം എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ മെക്കാനിസത്തിന്റെ അണ്ടറിൽ വരുന്ന യൂണിറ്റ് ഓപ്പറേഷൻസ് ആണ്. അപ്പം എക്സാമ്പിൾ പഠിച്ചു വെച്ചോളൂ. ഇത് ഇത്രയാണ് ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് ഡിഫറൻസ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് വരുന്ന ഏതൊക്കെയോ അതെല്ലാം ഈ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ അണ്ടറിൽ നമുക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് വൺ ആണ് മൊമെന്റം ട്രാൻസ്ഫർ യൂണിറ്റ് ഓപ്പറേഷൻ. സോ ഇത് വെലോസിറ്റി ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് രണ്ട് പ്രോസസ്സ് അല്ലെങ്കിൽ രണ്ട് കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് അവരുടെ വെലോസിറ്റി ഡിഫറൻസ് ആയിരിക്കും നമ്മളിവിടെ നോക്കുന്നത്. സോ ദീസ് ഓപ്പറേഷൻ സ്റ്റഡി ദ പ്രോസസ് ഇൻ വിച്ച് 2 phases അറ്റ് ഡിഫറെന്റ് വെലോസിറ്റീസ്. 2 ഡിഫറെന്റ് വെലോസിറ്റീസ് വരുന്ന പ്രോസസ്സുകളുടെ അല്ലെങ്കിൽ അതിൻ്റെ ഫേസസുകളെ നമ്മൾ സ്റ്റഡി ചെയ്തിട്ടാണ് ഈ മൊമെന്റം ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. സോ ദ ഓപ്പറേഷൻ ഇൻക്ലൂഡ് ഇൻ ദ സെക്ഷൻസ് ആർ ജനറലി ഡിവൈഡ് ഇൻ ടു 3 ഗ്രൂപ്പ്സ്. 3 ഗ്രൂപ്പ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക. ഒന്ന് എക്സ്റ്റേണൽ സർക്കുലേഷൻ ഓഫ് ഫ്ലൂയിഡ്. അതായത് നമ്മളൊരു സോളിഡിന്റെ എക്സ്റ്റേണൽ പാർട്ടിലൂടെ ഒരു ഫ്ലൂയിഡ് സർക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ അവരുടെ രണ്ടുപേരുടെയും വെലോസിറ്റി ഡിഫറൻസ് ആയിരിക്കും ഇവിടെ നമ്മൾ നോക്കുന്നത്. സോ ദിസ് സർക്കുലേഷൻ ഇൻക്ലൂഡ് ദ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ത്രൂ പോറസ് ഫിക്സ്ഡ് ബെഡ്സ്, ഫ്ലൂയിഡൈസ്ഡ് ബെഡ്സ്, അല്ലെങ്കിൽ ന്യൂമാറ്റിക് ട്രാൻസ്പോർട്ട്. അപ്പോൾ അതായത് നമ്മളൊരു സോളിഡ് അതിൻ്റെ പുറത്തൂടെ എന്താണ് ഒരു ഫ്ലൂയിഡ് സർക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ വെലോസിറ്റിയും ഇതിനുള്ളിലുള്ള വെലോസിറ്റിയുടെ ഡിഫറൻസ് ആണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. സോ അതാണ് എക്സ്റ്റേണൽ സർക്കുലേഷൻ ഓഫ് ഫ്ലൂയിഡ്. എക്സാമ്പിൾ പഠിച്ചു വെച്ചോളൂ. അടുത്തതെന്ന് പറയുന്നത് സോളിഡ്സ് മൂവ്മെന്റ് വിത്തിൻ ദ ഫ്ലൂയിഡ്. സോ ദ ബേസ് ഫോർ സെപ്പറേഷൻ ഓഫ് സോളിഡ് വിത്തിൻ എ ഫ്ലൂയിഡ്. ഒരു ഫ്ലൂയിഡിലുള്ള സോളിഡിന്റെ സെപ്പറേഷൻ നമ്മൾ നോക്കുന്നതാണ് ഈ ഒരു ടെക്നിക്. So this type of separation includes sedimentation, filtration, ultrafiltration, etc. So ഈ മൊമെന്റത്തിന്റെ ഡിഫറൻസ്, അതായത് ഇപ്പോൾ ഒരു ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഒരു ലിക്വിഡിനകത്ത് ഒരു സോളിഡ് പാർട്ടിക്കിൾ കിടക്കുകയാണെങ്കിൽ ഈ സോളിഡിന്റെയും ആ ഫ്ലൂയിഡ് ആ ലിക്വിഡിന്റെയും മൂവ്മെന്റ് അല്ലെങ്കിൽ വെലോസിറ്റി ബേസ് ചെയ്തിട്ടാണ് എന്ത് സംഭവിക്കുക? സെഡിമെന്റേഷൻ നടക്കുന്നത് അല്ലേ? സോ അതാണ് ഈ രണ്ടാമത്തെ പ്രോസസ്സ്. അതായത് സോളിഡ്സ് മൂവ്മെന്റ് വിത്തിൻ ദ ഫ്ലൂയിഡ്. ഫ്ലൂയിഡിനുള്ളിൽ സോളിഡിന്റെ മൂവ്മെന്റ് ആണ് ഇവിടെ നമ്മൾ നോക്കുക. എക്സാമ്പിൾ ഏതൊക്കെയാണ്? സെഡിമെന്റേഷൻ, ഫിൽട്രേഷൻ, അൾട്രാ ഫിൽട്രേഷൻ. ഇനി മൂന്നാമത്തെയാണ് ഇന്റേണൽ സർക്കുലേഷൻ ഓഫ് ഫ്ലൂയിഡ്. ഓക്കെ, അത് നമ്മൾ ട്യൂബിങ്ങിന്റെ ഉള്ളിലൂടെ ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നതിൻ്റെയൊക്കെ സ്റ്റഡിയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ പമ്പ്, കംപ്രസർ അല്ലെങ്കിൽ ബ്ലോവേഴ്സ്, ഫാൻസ്, അതിലൊക്കെ വരുന്ന അതിനുള്ളിലുള്ള ഫ്ലൂയിഡിന്റെ മൂവ്മെന്റ് ആണ് നമ്മളിവിടെ സ്റ്റഡി ചെയ്യുന്നത് കേട്ടോ. അത് കൂടുതലും ഈ എക്യുപ്മെന്റ്സിന്റെ സ്റ്റഡിക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്റേണൽ സർക്കുലേഷൻ ഓഫ് ഫ്ലൂയിഡ് നോക്കുക. ആൻഡ് ദ മെക്കാനിസം യൂസ് ടു മെഷർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ലൈക്ക് ഡയഫ്രം, വെൻട്രിമീറ്റർ, റോട്ടോമീറ്റർ. അപ്പോൾ അത് എക്യുപ്മെന്റ്സിന്റെ സ്റ്റഡി നടത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു മൊമെന്റം ട്രാൻസ്ഫർ നോക്കുക, ഇന്റേണൽ സർക്കുലേഷൻ ഓഫ് ഫ്ലൂയിഡ് നോക്കുന്നത്.
Okay, so it is used to study the movement of fluid through the interior of the tubing. Also include the study of equipment used to impel the fluid. ഓക്കെ, അപ്പോൾ എക്യുപ്മെൻ്റ് സ്റ്റഡി കൂടുതൽ നടത്താൻ വേണ്ടിയാണ് നമ്മൾ ഇൻറ്റേർണൽ സർക്കുലേഷൻ ഓഫ് ഫ്ലൂയിഡ് നോക്കുക. അപ്പോൾ മൊമെൻറ്റം ട്രാൻസ്ഫർ നമ്മൾ 3 രീതിയിലാണ് ചെയ്യുക. ഏതൊക്കെയാണ്? ഒന്ന് എക്സ്റ്റേണൽ സർക്കുലേഷൻ ഓഫ് ഫ്ലൂയിഡ് വെച്ചിട്ട്, രണ്ടാമത്തത് സോളിഡ് മൂവ്മെൻറ്റ് വിത്തിൻ ദ ഫ്ലൂയിഡ്, പിന്നെ ഇൻറ്റേർണൽ സർക്കുലേഷൻ ഓഫ് ദ ഫ്ലൂയിഡ്. ഇത് 3 മൊമെൻറ്റം ട്രാൻസ്ഫറിൽ വരുന്നത്. ഇനി ചിലതിനകത്ത്, ചില യൂണിറ്റ് ഓപ്പറേഷനകത്ത് സൈമൾട്ടേനിയസ് ആയിട്ട് മാസ് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാറുണ്ട്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞു മാസ് ട്രാൻസ്ഫർ മാത്രം അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ മാത്രം നടക്കുന്നതെന്ന് പറഞ്ഞു. ചില പ്രോസസ്സുകളിൽ മാസും ഹീറ്റും ട്രാൻസ്ഫർ ഒരേപോലെ നടക്കാറുണ്ട്. ഓൾസോ ഇൻ ദീസ് ഓപ്പറേഷൻസ് എ കോൺസെൻട്രേഷൻ ആൻഡ് എ ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് എക്സിസ്റ്റ് അറ്റ് ദ സെയിം ടൈം. കോൺസെൻട്രേഷൻ ആൻഡ് ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് അവിടെ ഒരേ ടൈമിൽ കാണും. സോ അങ്ങനെയുള്ളതാണ് സൈമൾട്ടേനിയസ് മാസ് ഹീറ്റ് ട്രാൻസ്ഫർ യൂണിറ്റ് ഓപ്പറേഷൻസ്. അതിൽ വരുന്നതാണ് ഹ്യൂമിഡിഫിക്കേഷൻ ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ, ക്രിസ്റ്റലൈസേഷൻ. സോ ഹ്യൂമിഡിഫിക്കേഷൻ്റെയും ഡീഹ്യൂമിഡിഫിക്കേഷൻ്റെയും നമ്മൾ എങ്ങനെയാണ് ഗ്യാസ് ആൻഡ് കൂളിംഗ് ഓഫ് ലിക്വിഡ് ആണ് അവിടെ നമ്മൾ നോക്കുക. ഇനി ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? സോളിഡ് ആയിട്ടുള്ള ഗ്ലാസി പാർട്ടിക്കിൾസ് എന്ത് ചെയ്യാറുണ്ട്? ലിക്വിഡ് ഫേസസിനകത്ത് ഫോം ചെയ്യാറുണ്ട്. അതാണ് ക്രിസ്റ്റലൈസേഷൻ. ഡീഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എലിമിനേഷൻ ഓഫ് ലിക്വിഡ് കണ്ടെയ്ൻഡ് വിത്തിൻ എ സോളിഡ്. അവിടെ മാസ് ട്രാൻസ്ഫറും നടക്കും, എനർജി ട്രാൻസ്ഫറും നടക്കും. സോ 2 കാര്യങ്ങളും ഡീഹൈഡ്രേഷനകത്ത് നടക്കും. So the application of heat changes the liquid contained in a solid into vapor phase. അപ്പോൾ അവിടെ എന്താ സംഭവിക്കാം? ലിക്വിഡ്, അതായത് ഇപ്പം സോഡിനകത്തുള്ള ലിക്വിഡ് എന്ത് ചെയ്യാണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫുഡിനകത്ത് വാട്ടർ കാണുമല്ലേ, അപ്പോൾ അതിനെ നമ്മൾ വേപ്പറൈസ് ചെയ്യാണ്. വേപ്പറൈസ് ചെയ്യുമ്പം ആ വാട്ടർ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പോവാണ്. ഡ്രൈ ചെയ്യുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പോവാണല്ലേ. സോ അതിൻ്റെ മാസും അവിടെ കുറയും. സോ വേപ്പറായിട്ട് പോവല്ലേ. സോ അവിടെ എന്ത് നടക്കുന്നുണ്ട്? ഹീറ്റിൻ്റെ ട്രാൻസ്ഫർ അല്ലെങ്കിൽ എനർജിയുടെ ട്രാൻസ്ഫർ നടക്കും, പ്ലസ് മാസ് ട്രാൻസ്ഫറും നടക്കും. അതേപോലെ തന്നെയാണ് ഇൻ ഫ്രീസ് ഡ്രൈയിങ്ങിൽ നമുക്ക് എന്താണ് അവിടെ ആ സോളിഡ് സബ്ലിമേറ്റ് ചെയ്ത് പോവാറുണ്ട് അല്ലേ, അതായത് വേപ്പറായിട്ട് ഡയറക്റ്റ് മാറാറുണ്ട്. സോ അതും എന്തിൽ വരും? ഈ സൈമൾട്ടേനിയസ് മാസ് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ അണ്ടറിൽ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ഒരെണ്ണമാണ് കോംപ്ലിമെൻ്ററി യൂണിറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിലൊന്നും ഇൻക്ലൂഡ് ചെയ്യാത്ത ആൾക്കാരെ എല്ലാമാണ് നമ്മൾ ഈ കോംപ്ലിമെൻ്ററി യൂണിറ്റ് ഓപ്പറേഷൻസിൽ പ്ലേസ് ചെയ്യുന്നത്. So one series of operation is not included in this classification because these are not based on any of the transport phenomenon cited previously. അതായത് അവിടെ മാസ് ട്രാൻസ്ഫറോ ഹീറ്റ് ട്രാൻസ്ഫറോ മൊമെൻറ്റം ട്രാൻസ്ഫറോ ഒന്നും ബേസ് ചെയ്തിട്ടായിരിക്കില്ല യൂണിറ്റ് ഓപ്പറേഷൻസ് നടക്കുന്നത്. അങ്ങനെയുള്ളവരെല്ലാമാണ് നമ്മൾ ഈ കോംപ്ലിമെൻ്ററി യൂണിറ്റ് ഓപ്പറേഷൻസിനകത്ത് പ്ലേസ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണ്? ഗ്രൈൻഡിങ്, മില്ലിംഗ്, സീവിങ്, മിക്സിംഗ് ഓഫ് സോളിഡ് ആൻഡ് പേസ്റ്റ്. ഇതൊക്കെയാണ് ഈ കോംപ്ലിമെൻ്ററി യൂണിറ്റ് ഓപ്പറേഷൻ്റെ അണ്ടറിൽ പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂണിറ്റ് ഓപ്പറേഷൻസ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇൻട്രോ പാർട്ടാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ആകെ പഠിക്കേണ്ടത് ഓരോ മെയിൻ ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന യൂണിറ്റ് ഓപ്പറേഷൻസിൻ്റെ എക്സാമ്പിൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി. മാസ് ട്രാൻസ്ഫറിൽ ഏതൊക്കെ വരുന്നുണ്ട്, ഹീറ്റ് ട്രാൻസ്ഫറിലും സൈമൾട്ടേനിയസ് ആയിട്ട് ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ, മൊമെൻറ്റം ട്രാൻസ്ഫറിൽ എന്തൊക്കെ വരുന്നുണ്ട്, ഫിസിക്കൽ സ്റ്റേജ്, കെമിക്കൽ സ്റ്റേജ് ആൻഡ് ബയോകെമിക്കൽ സ്റ്റേജിൽ ഏതൊക്കെ യൂണിറ്റ് ഓപ്പറേഷൻസ് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ മാത്രം ഈ ഒരു സെക്ഷനിൽ നിന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം, ഇന്ന് പഠിച്ചതിനെ ബേസ് ചെയ്തിട്ട്. So which of the following best defines a process in unit operation? ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് നമ്മൾ യൂണിറ്റ് ഓപ്പറേഷന് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഡെഫിനിഷൻ? A series of industrial activities modifying raw material, a single operation used in manufacturing, a physical change in raw materials, a process that involves only heating and cooling. എന്താണ് യൂണിറ്റ് ഓപ്പറേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോ മെറ്റീരിയലിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, മോഡിഫൈ ചെയ്യാണ്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് സെവറൽ ആക്ടിവിറ്റീസ്. സോ എ സീരീസ് ഓഫ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് മോഡിഫൈയിങ് റോ മെറ്റീരിയൽസിനെയാണ് നമ്മൾ യൂണിറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. The primary objective of unit operations in food processing is to dash. അതായത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ യൂണിറ്റ് ഓപ്പറേഷൻസ് ചെയ്യുന്നത്? Increase the cost of raw material, enhance market acceptance and ease of transport, reduce the energy consumption of processing, limit the physical changes in food. എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുക? മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, യൂണിറ്റ് ഓപ്പറേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാർക്കറ്റ്
അക്സെപ്റ്റൻസ് എൻഹാൻസ് ചെയ്യാനും അതേപോലെ നമുക്ക് സ്റ്റോർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും ഈസി ആക്കി മാറ്റാനും വേണ്ടിയാണ് നമ്മൾ ഈ യൂണിറ്റ് ഓപ്പറേഷൻസ് ചെയ്യുന്നത് അല്ലേ. സോ ഇറ്റ് എൻഹാൻസസ് ദ മാർക്കറ്റ് അക്സെപ്റ്റൻസ് ആൻഡ് ഈസ് ഓഫ് ട്രാൻസ്പോർട്ട്. Which of the following is not an example of a unit operation? ഈ തന്നിരിക്കുന്നതിൽ യൂണിറ്റ് ഓപ്പറേഷന് എക്സാമ്പിൾ അല്ലാത്തത് മിക്സിംഗ്, ഫെർമെന്റേഷൻ, സെല്ലിംഗ് ദ പ്രോഡക്റ്റ്, ഡ്രൈയിങ്. ഈ തന്നിരിക്കുന്നതിൽ യൂണിറ്റ് ഓപ്പറേഷന് എക്സാമ്പിൾ അല്ലാത്തത് ഏതാണ്? നോട്ട് ആൻ എക്സാമ്പിൾ. ഇറ്റ് ഈസ് സെല്ലിംഗ് ദ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ഓപ്പറേഷൻ്റെ അണ്ടറിൽ വരുന്നതല്ല. ബാക്കിയെല്ലാം എന്താണ്? യൂണിറ്റ് ഓപ്പറേഷൻസ് ആണ്. ഫുഡ് പ്രോസസ് എഞ്ചിനീയറിംഗ് അപ്ലൈസ് പ്രിൻസിപ്പിൾസ് ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസിപ്ലിൻസ്? ഈ തന്നിരിക്കുന്ന ഏത് ഡിസിപ്ലിൻസിൽ നിന്നാണ് നമ്മൾ ഈ ഫുഡ് പ്രോസസ്സിംഗ് എഞ്ചിനീയറിംഗിൽ പ്രിൻസിപ്പിൾസ് വരുന്നത്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് എക്കണോമിക്സ്, ഓൺലി കെമിസ്ട്രി, ഓൺലി ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്, ലിറ്ററേച്ചർ ആൻഡ് ഹിസ്റ്ററി. മെയിനായിട്ടും നമ്മൾ ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ആൻഡ് എക്കണോമിക്കൽ സയൻസ് വെച്ചിട്ടാണ് ആ ലോസോ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസോ അപ്ലൈ ചെയ്യുന്നത് അല്ലേ. സോ അതാണ് ആൻസർ. യൂണിറ്റ് ഓപ്പറേഷൻസ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ഡാഷ്. ഈ തന്നിരിക്കുന്നതിൽ എന്തിൻ്റെ ബേസിസിലാണ് യൂണിറ്റ് ഓപ്പറേഷനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്? ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോകെമിക്കൽ ട്രാൻസ്ഫോർമേഷൻസ്, ലീഗൽ അപ്രൂവൽ, കോസ്റ്റ് ആൻഡ് എഫിഷ്യൻസി, പാക്കേജിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. എന്തിൻ്റെ ബേസിസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക? ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോകെമിക്കൽ ട്രാൻസ്ഫോർമേഷൻ്റെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. Which of the following is not a physical unit operation? ഫിസിക്കൽ യൂണിറ്റ് ഓപ്പറേഷൻ്റെ അണ്ടറിൽ വരാത്തത് ഇതിലേതാണ്? നോട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രൈൻഡിങ്, സീവിങ്, കെമിക്കൽ പീലിംഗ്, സെഡിമെന്റേഷൻ. ഏതാണ് ഫിസിക്കൽ യൂണിറ്റ് ഓപ്പറേഷൻ്റെ അണ്ടറിൽ വരാത്തത്? കെമിക്കൽ പീലിംഗ്. കെമിക്കൽ പീലിംഗ് എന്ന് പറയുന്നത് കെമിക്കൽ സ്റ്റേജസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് അല്ലേ. കെമിക്കൽ യൂണിറ്റ് ഓപ്പറേഷൻ ആണ്. സോ കെമിക്കൽ പീലിംഗ് ആണ് ഫിസിക്കൽ യൂണിറ്റിൽ വരാത്തത്. Which process involves microbial action in food processing? മൈക്രോബിയൽ ആക്ഷൻ വഴി നടക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഇതിലേതാണ്? ഫെർമെന്റേഷൻ, ഇവാപ്പറേഷൻ, ഗ്രൈൻഡിങ്, റെക്ടിഫിക്കേഷൻ. അപ്പോൾ ഇതെന്താണ്? ബയോ കെമിക്കൽ സ്റ്റേജസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ അതേതാ? ബയോ കെമിക്കൽ സ്റ്റേജസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഫെർമെന്റേഷൻ. സോ കറക്റ്റ് ആൻസർ ഫെർമെന്റേഷൻ. Why is the main factor controlling mass transfer unit operations? Mass transfer unit operation control ചെയ്യുന്ന മെയിൻ ഫാക്ടർ ഏതാണ്? ടെമ്പറേച്ചർ ഡിഫറൻസ്, ഡിഫ്യൂഷൻ ഓഫ് കമ്പോണൻറ്റ് വിത്തിൻ എ മിക്സ്ചർ, മെക്കാനിക്കൽ ഫോഴ്സ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. എന്തിൻ്റെ ബേസിസിലാണ്? ഡിഫ്യൂഷൻ ബേസ് ചെയ്തിട്ടാണ് മാസ് ട്രാൻസ്ഫർ നടക്കുക അല്ലേ. ഡിഫ്യൂഷൻ ഓഫ് കമ്പോണൻറ്റ്സ് വിത്തിൻ എ മിക്സ്ചർ. ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ എനർജി ട്രാൻസ്ഫറിൽ നോക്കുന്നത്. ഡിസ്റ്റിലേഷൻ ഈസ് യൂസ്ഡ് ഇൻ യൂണിറ്റ് ഓപ്പറേഷൻ ഫോർ ഡാഷ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ അല്ലെങ്കിൽ എന്തിൻ്റെ ബേസിസിലാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ ചെയ്യുന്നത്? സെപ്പറേറ്റിംഗ് കമ്പോണൻറ്റ്സ് ബേസ്ഡ് ഓൺ ബോയിലിംഗ് പോയിന്റ്, മിക്സിംഗ് ടു ഓർ മോർ ലിക്വിഡ്, കൂളിംഗ് സബ്സ്റ്റൻസ്, സോളിഡിഫൈയിങ് മിക്സ്ചർ. എന്തിനു വേണ്ടിയാണ് ഡിസ്റ്റിലേഷൻ ചെയ്യുന്നത്? ടു സെപ്പറേറ്റ് ബേസ്ഡ് ഓൺ ബോയിലിംഗ് പോയിന്റ് ഓർ വേപ്പർ പ്രഷർ ഡിഫറൻസ്. അത് രണ്ടും വരും. ഓക്കെ, സെപ്പറേറ്റിംഗ് കമ്പോണൻറ്റ് ബേസ്ഡ് ഓൺ ബോയിലിംഗ് പോയിന്റ് ഓർ വേപ്പർ പ്രഷർ ഡിഫറൻസ്. അബ്സോർപ്ഷൻ ഈസ് എ മാസ് ട്രാൻസ്ഫർ പ്രോസസ് ദാറ്റ് ഇൻവോൾവ്സ് ഡാഷ്. റിട്ടൻഷൻ ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ്, ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ത്രൂ എ സർഫസ്, സെഡിമെന്റേഷൻ ഓഫ് സോളിഡ് പാർട്ടിക്കിൾസ്, എക്സ്ട്രാക്ഷൻ ഓഫ് ലിക്വിഡ് ഫ്രം സോളിഡ്. അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ റിട്ടൻഷൻ ഓഫ് ഗ്യാസ് ഇൻ എ ലിക്വിഡ്. അതിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ദ റിവേഴ്സ് പ്രോസസ് ഓഫ് അബ്സോർപ്ഷൻ ഈസ് കോൾഡ് ഡാഷ്. അബ്സോർപ്ഷൻ്റെ റിവേഴ്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? അഡ്സോർപ്ഷൻ, ഡീസോർപ്ഷൻ, ഡിസ്റ്റിലേഷൻ, ഇവാപ്പറേഷൻ. ഇറ്റ് ഈസ് ഡീസോർപ്ഷൻ. ഡീസോർപ്ഷൻ ആണ് കേട്ടോ, ഡീസോർപ്ഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഹീറ്റ് ട്രാൻസ്ഫർ യൂണിറ്റ് ഓപ്പറേഷൻ? ഈ തന്നിരിക്കുന്നതിൽ ഹീറ്റ് ട്രാൻസ്ഫർ യൂണിറ്റ് ഓപ്പറേഷൻ അല്ലാത്തത് ഏതാണ്? കണ്ടക്ഷൻ, അഡ്സോർപ്ഷൻ, കൺവെൻഷൻ, റേഡിയേഷൻ. ഇതിലേതാണ്? അഡ്സോർപ്ഷൻ. അഡ്സോർപ്ഷൻ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ യൂണിറ്റ് ഓപ്പറേഷനിൽ വരുന്നതല്ല. സോ ഹീറ്റ് ട്രാൻസ്ഫർ മെക്കാനിസംസ് ആണ് ഈ മൂന്നെണ്ണം. കണ്ടക്ഷൻ, കൺവെൻഷൻ ആൻഡ് റേഡിയേഷൻ. ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. ഹീറ്റ് ട്രാൻസ്ഫറിനകത്ത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെപ്പറ്റി പഠിക്കാനുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ഒക്കേഴ്സ് ത്രൂ ഡാഷ്. എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടക്ഷനിൽ നടക്കുന്നത്?
Electromagnetic waves, the movement of mass, direct contact between the molecules, gaseous expansion. Conduction എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡയറക്റ്റ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് വഴിയാണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ വരുന്നതാണ് റേഡിയേഷൻ കേട്ടോ, റേഡിയേഷൻ. Convection heat transfer requires a moving fluid, a solid medium, vacuum condition, only radiation. Convection എന്ത് ആവശ്യമാണ്? ഒരു മൂവിങ് ഫ്ലൂയിഡ് ആവശ്യമാണ് കൺവെക്ഷൻ. ഓക്കെ, വാക്യൂം കണ്ടീഷനിലും റേഡിയേഷൻ സംഭവിക്കും കേട്ടോ, ബാക്കി ഒന്നും നടക്കില്ല. ദേ റിക്വയർസ് മീഡിയം. കൺവെക്ഷൻ ആയാലും കണ്ടക്ഷനും മീഡിയം ആവശ്യമുണ്ട്, റേഡിയേഷനും മീഡിയം ആവശ്യമില്ല. സോ വാക്യൂം കണ്ടീഷനിലും റേഡിയേഷൻ നടന്നു പോകും. Which of the following processes involves electromagnetic radiation? Filtration, radiation heating, sedimentation, absorption. ഇതിൽ റേഡിയേഷൻ ഹീറ്റിംഗിലാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വരുന്നത്. Momentum transfer unit operation primarily deals with thermal energy flow, two phases at different velocity, chemical reaction, biological activity. Momentum transfer എന്ന് പറയുന്നത് രണ്ട് ഫേസുകൾ തമ്മിലുള്ള വെലോസിറ്റി ഡിഫറൻസ് ആണ് നമ്മളവിടെ നോക്കുക. സോ ടു ഫേസസ് അറ്റ് ഡിഫറെന്റ് വെലോസിറ്റീസ്. വിച്ച് എക്യുപ്മെന്റ് ഇസ് നോട്ട് ഇൻവോൾവ് ഇൻ മൊമെന്റം ട്രാൻസ്ഫർ? മൊമെന്റം ട്രാൻസ്ഫറിൽ ഇൻവോൾവ് ചെയ്യാത്തത് ഇതിലേതാണ്? പമ്പ്സ്, ഫാൻസ്, ഓവൻസ് ആൻഡ് കംപ്രസേഴ്സ്. ഏതാണ്? ഓവൻസ് വരില്ല അല്ലേ, ബാക്കി പറയുന്ന എല്ലാം മൊമെന്റം ട്രാൻസ്ഫറിൽ വരുന്നതാണ്. വാട്ട് ഡസ് സെഡിമെന്റേഷൻ പ്രൈമർലി റിലൈ ഓൺ ഫോഴ്സ് സെപ്പറേഷൻ? എന്തിന്റെ ബേസിസിലാണ് സെഡിമെന്റേഷൻ നടക്കുന്നതെന്നാണ്? ഗ്രാവിറ്റി, കെമിക്കൽ റിയാക്ഷൻ, ഹീറ്റ് എനർജി, ഇലക്ട്രിക്കൽ ചാർജ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ, അതൊരു ഫിസിക്കൽ സ്റ്റേറ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. അതായതാണ് ഗ്രാവിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് നടക്കുക? സെഡിമെന്റേഷൻ നടക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂണിറ്റ് ഓപ്പറേഷൻസ് ഇൻവോൾവ് മാസ് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ സൈമൾട്ടേനിയസ്ലി? രണ്ടും ഒരേ സമയത്ത് നടക്കുന്നത് ഇതിലേതാണ്? ക്രിസ്റ്റലൈസേഷൻ, ഡിസ്റ്റിലേഷൻ, ഡീഹൈഡ്രേഷൻ, ഓൾ ഓഫ് ദ എബോവ്. ഇതിലെല്ലാത്തിനകത്തും എന്ത് നടക്കുന്നുണ്ട്? മാസ് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ സൈമൾട്ടേനിയസ്ലി നടക്കാറുണ്ട് അല്ലേ. സോ ഓൾ ഓഫ് ദ എബോവ്. വിച്ച് ഓപ്പറേഷൻ ഈസ് യൂസ്ഡ് ഫോർ റിമൂവിങ് ലിക്വിഡ് ഫ്രം സോളിഡ് വൈ സബ്ലിമേഷൻ? സബ്ലിമേഷൻ വഴി നമ്മൾ ഒരു സോളിഡിൽ നിന്ന് ലിക്വിഡിനെ റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ഏതാണ്? ഇവാപ്പറേഷൻ, ഫിൽട്രേഷൻ, ഫ്രീസ് ഡ്രൈയിങ്, സീവിങ്. സബ്ലിമേഷൻ ഇൻവോൾവ് ചെയ്യുന്നത് ഏതാണ്? ഫ്രീസ് ഡ്രൈയിങ്ങിലാണ് കേട്ടോ സബ്ലിമേഷൻ വരുന്നത്. What is the purpose of humidification in food processing? ഫുഡ് പ്രോസസ്സിങ്ങിൽ ഹ്യൂമിഡിഫിക്കേഷൻ്റെ പർപ്പസ് എന്താണ്? ആഡിങ് മോയ്സ്ചർ ടു എ ഗ്യാസ്, റിമൂവിങ് സോളിഡ് ഇമ്പ്യൂരിറ്റീസ്, എൻഹാൻസിങ് ബാക്ടീരിയൽ ഗ്രോത്ത്, റെഡ്യൂസിങ് ദ ടെമ്പറേച്ചർ. ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ആഡ്സ് മോയ്സ്ചർ ടു എ ഗ്യാസ്. വാട്ട് ഈസ് ക്രിസ്റ്റലൈസേഷൻ ഇൻ ഫുഡ് പ്രോസസ്സിങ്? ക്രിസ്റ്റലൈസേഷൻ എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ എന്താണത്? Formation of solid particle in a liquid, conversion of a liquid into gas, mixing of substance, removal of gases from liquid. എന്താണ്? ലിക്വിഡിനകത്ത് സോളിഡ് പാർട്ടിക്കിൾസിന്റെ ഫോർമേഷൻ നടക്കുന്നതിനാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. എ കോംപ്ലിമെന്ററി യൂണിറ്റ് ഓപ്പറേഷൻ ഇൻ ഫുഡ് പ്രോസസ്സിംഗ് ഇസ് ഡാഷ്. ഗ്രൈൻഡിങ്, കണ്ടക്ഷൻ, ഇവാപ്പറേഷൻ, റേഡിയേഷൻ. ഇറ്റ് ഈസ് ഗ്രൈൻഡിങ്. ഗ്രൈൻഡിങ് ആണ് കോംപ്ലിമെന്ററി യൂണിറ്റ് ഓപ്പറേഷൻസിന് അണ്ടറിൽ വരുന്നത്. Which of the following is not a type of heat transfer? Heat transfer അല്ലാത്തത് ഇതിലേതാണ്? കണ്ടക്ഷൻ, ഫിൽട്രേഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. ഇതിൽ ഫിൽട്രേഷൻ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ അല്ല. ഈ മൂന്നെണ്ണമാണ് ഓർത്ത് വെച്ചേക്കുക. ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ ആണ് കേട്ടോ. അത് രണ്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന്. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറയുന്നത്. ഹീറ്റ് ട്രാൻസ്ഫർ മെക്കാനിസം ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. ഓക്കെ. Which of the following operations is not controlled by a temperature gradient? ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് വെച്ച് കൺട്രോൾ ചെയ്യാത്തത്. അപ്പം ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് എന്ന് പറയുമ്പോൾ ഓർക്കത് എനർജി ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. അപ്പോൾ അതിൽ ഹീറ്റ് ട്രാൻസ്ഫർ യൂണിറ്റ് ഓപ്പറേഷൻസിൽ വരാത്തത് ഇതിലേതാണെന്ന് നോക്കിയാൽ മതി. ഇവാപ്പറേഷൻ, പാസ്ചറൈസേഷൻ, അഡ്സോർപ്ഷൻ, ഹീറ്റ് എക്സ്ചേഞ്ച്. ഏതാണ്? ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാത്ത ഒരു പ്രോസസ്സ് ഇതിൽ ഏതാണെന്ന് നോക്കിയാൽ മതി. അതേതാണ്? ഇറ്റ് ഈസ് അഡ്സോർപ്ഷൻ. ബാക്കി എല്ലാത്തിനകത്തും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. സോ അപ്പോൾ ഇൻഡയറക്റ്റ് ആണെന്ന് ചോദിച്ചിരിക്കുന്നത് കണ്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്പറേഷൻ ഈസ് നോട്ട് കൺട്രോൾഡ് ബൈ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ്. അപ്പോൾ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് വെച്ച് കൺട്രോൾ ചെയ്യുന്ന എന്തിനെയാണ്? ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ യൂണിറ്റ് ഓപ്പറേഷനെയാണ്. അപ്പോൾ ഇതിൽ ഹീറ്റ് ട്രാൻസ്ഫർ യൂണിറ്റ് ഓപ്പറേഷൻ അല്ലാത്തത് ഏതാണെന്ന് നോക്കിയാൽ മതി. ദാറ്റ് ഈസ് അഡ്സോർപ്ഷൻ. Which of the following does not involve external circulation of fluid?
എക്സ്റ്റേണൽ സർക്കുലേഷൻ ഓഫ് ഫ്ലൂയിഡ് ഇൻവോൾവ് ചെയ്യാത്തത് ഇതിലേതാണ്? ഫ്ലൂയിഡൈസ്ഡ് ബെഡ്, വെഞ്ചുറി മീറ്റേഴ്സ്, ന്യൂമാറ്റിക് ട്രാൻസ്പോർട്ട്, ഫിക്സ്ഡ് പോറസ് ബെഡ്. ഇതിലേതാണ്? ഇറ്റ് ഈസ് വെഞ്ചുറി മീറ്റർ ആണ്. വെഞ്ചുറി മീറ്റർ ആണ് എക്സ്റ്റേണൽ സർക്കുലേഷൻ ഓഫ് ഫ്ലൂയിഡ് ഇൻവോൾവ് ചെയ്യാത്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂണിറ്റ് ഓപ്പറേഷൻ ഈസ് എ മാസ് ട്രാൻസ്ഫർ പ്രോസസ്? മാസ് ട്രാൻസ്ഫർ പ്രോസസ് ആയിട്ടുള്ളത് ഇതിലേതാണ്? ഡിസ്റ്റിലേഷൻ, സീവിങ്, ഗ്രൈൻഡിങ് ആൻഡ് മില്ലിംഗ്. ഇതിലേതാണ്? മാസ് ട്രാൻസ്ഫർ നടക്കുന്നത് ഇവിടെ ഏതാണ്? ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിലേഷനകത്ത് മാസും മെയിനായിട്ട് നടക്കാറുണ്ട്, പിന്നെ ഹീറ്റും ചെറുതായിട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ, ഡിഫറൻസ് വരുന്നുണ്ട്. സോ ഡിസ്റ്റിലേഷൻ ആണ് വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ബയോകെമിക്കൽ പ്രോസസ്സസ്? ബയോകെമിക്കൽ പ്രോസസ്സിങ്ങിന് എക്സാമ്പിൾ ആയിട്ടുള്ളത് ഇതിലേതാണ്? സ്റ്റെറിലൈസേഷൻ, ഡ്രൈയിങ്, സീവിങ്, ഗ്രൈൻഡിങ്. ബയോകെമിക്കൽ പ്രോസസ്സിന്റെ അണ്ടറിൽ വരുന്നതാണ് സ്റ്റെറിലൈസേഷൻ. ബാക്കിയെല്ലാം ഫിസിക്കലിനകത്താണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത് അല്ലേ. വിച്ച് ടേം റെഫേഴ്സ് ടു ദ സെലക്റ്റീവ് ഡിസൊല്യൂഷൻ ഓഫ് സോളിഡ് ഇൻ എ സോൾവെന്റ്? ഒരു സോൾവെന്റിൽ എന്ത് ചെയ്യാണ്? ഒരു സോളിഡിനെ നമ്മൾ ഡിസോൾവ് ചെയ്യാണ്, സെലക്റ്റീവായിട്ട് ഡിസോൾവ് ചെയ്യുന്നു. അതിനെ പറയുന്ന പേര് ഇതിലേതാണ്? അഡ്സോർപ്ഷൻ, എക്സ്ട്രാക്ഷൻ, ഇവാപറേഷൻ, സെഡിമെന്റേഷൻ. ഒരു സോൾവെന്റിൽ സോളിഡിനെ ഡിസോൾവ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് എക്സ്ട്രാക്ഷൻ. ഓക്കെ, അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ മാസ് ട്രാൻസ്ഫർ ഓപ്പറേഷൻ? മാസ് ട്രാൻസ്ഫർ ഓപ്പറേഷൻ അല്ലാത്തത് ഡ്രൈയിങ്, ക്രിസ്റ്റലൈസേഷൻ, ഗ്രൈൻഡിങ്, അബ്സോർപ്ഷൻ. ഇതിൽ മാസ് ട്രാൻസ്ഫർ അല്ലാത്തത്, മാസിന്റെ ട്രാൻസ്ഫർ നടക്കാത്തത് ഇതിലേതാണ്? അതിൽ ഗ്രൈൻഡിങ് ആണ്. ബാക്കി എല്ലാത്തിനകത്തും എന്താണ്? മാസ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് മാസ് ട്രാൻസ്ഫർ യൂണിറ്റ് ഓപ്പറേഷൻ. ട്രൂ ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ, ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. Distillation is a process that separates component by utilizing differences in vapor pressure. Absorption involves the transfer of gas component into a liquid, which always involves a chemical reaction. Extraction is the process of dissolving a mixture in a selective solvent and can be either liquid or solid. Adsorption, also known as sorption, removes one or more fluid component by retention on a solid surface. അപ്പോൾ ഇതിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ വേപ്പർ പ്രഷർ ആണ്. അബ്സോർപ്ഷൻ ഇൻവോൾവ് ദ ട്രാൻസ്ഫർ ഓഫ് ഗ്യാസ് കമ്പോണന്റ് ഇൻ ടു എ ലിക്വിഡ് വിച്ച് ഓൾവേസ് ഇൻവോൾവ് കെമിക്കൽ റിയാക്ഷൻ. ഇല്ലല്ലേ, വിത്ത് ഓർ വിത്തൗട്ട് കെമിക്കൽ റിയാക്ഷൻ ആണ്. സോ അത് തെറ്റാണ്. എക്സ്ട്രാക്ഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഡിസോൾവിംഗ് മിക്സ്ചർ ഇൻ എ സെലക്റ്റീവ് സോൾവെന്റ്. Adsorption, also known as sorption, which remove one or more fluid component by retention on a solid surface. അപ്പോൾ അതും ശരിയാണ് അല്ലേ. ഇപ്പൊ ട്രൂ ആയിട്ടുള്ളത് 1, 3 and 4. 1, 3 and 4. Find the incorrect statement regarding unit operations in food processing. Unit operations involve only physical changes in raw material. ആണോ? അല്ലല്ലേ, അവിടെ കെമിക്കൽ നടക്കുന്നുണ്ട്, ബയോകെമിക്കൽ നടക്കുന്നുണ്ട്. സോ ഇത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. Fermentation is an example of biochemical unit operation. അത് ശരിയാണല്ലേ, അത് കറക്റ്റ് ആണ്. Mass transfer unit operation include distillation and adsorption. കറക്റ്റ് ആണ്. Heat transfer unit operation are based on conduction, convection and radiation. അതും കറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളത് ഒന്നാമത്തത് മാത്രമാണ് അല്ലേ. ഇപ്പോൾ 1 only. Find out the statement or statements that are not true about heat transfer unit operation. Heat transfer unit operation ആയിട്ട് റിലേറ്റ് ചെയ്ത് false ആയിട്ടുള്ളതാണ്, not true ആണ്. Conduction is the transfer of heat within a material without mass movement. Convection occurs only in forced condition where an external source causes fluid movement. Radiation does not require a material medium for heat transfer. Thermal treatment like sterilization and pasteurization are based on heat transfer mechanism. So ഇതിൽ നോട്ട് ട്രൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ കണ്ടക്ഷൻ എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ വിത്തിൻ എ മെറ്റീരിയൽ വിത്തൗട്ട് മാസ് മൂവ്മെന്റ്, അത് കറക്റ്റ് ആണ്. കൺവെക്ഷൻ ഒക്കേഴ്സ് ഓൺലി ഇൻ ഫോഴ്സ്ഡ്, അല്ലല്ലേ, നാച്ചുറലി നടക്കും. സോ ഇത് തെറ്റാണ്. റേഡിയേഷൻ ഡസ് നോട്ട് റിക്വയർസ് എ മെറ്റീരിയൽ മീഡിയം ഫോർ ഹീറ്റ് ട്രാൻസ്ഫർ, അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം ഇത് 1ഉം 2ഉം കറക്റ്റ് ആയ സ്ഥിതിക്ക് നമുക്ക് ഓപ്ഷൻസ് കട്ട് ചെയ്ത് കളയാം അല്ലേ. സോറി, 1ഉം 3ഉം കറക്റ്റ് ആയിട്ടുള്ളതുകൊണ്ട് 1, 2, 3 എന്നുള്ളതും ബാക്കി നമുക്ക് നോക്കാം. ദ തെർമൽ ട്രീറ്റ്മെന്റ്
ലൈക്ക് സ്റ്റെറിലൈസേഷൻ ആൻഡ് പാസ്ചറൈസേഷൻ ആർ ബേസ്ഡ് ഓൺ ഹീറ്റ് ട്രാൻസ്ഫർ മെക്കാനിസം. അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ മെക്കാനിസംസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതിൽ റോങ് ആയിട്ടുള്ളത് 2 ഓൺലി, ബാക്കിയെല്ലാം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഫൈൻഡ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് മാസ് ട്രാൻസ്ഫർ. മാസ് ട്രാൻസ്ഫറുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. Distillation is used for separating component based on difference in boiling point. Adsorption involves the selective retention of molecule on a solid surface. Heat exchangers are commonly used in mass transfer operations. Extraction can occur in both liquid-liquid, solid-liquid system. Distillation എന്ന് പറയുന്നത് separation based on the difference in boiling point ആണ്. Adsorption selective retention of molecule on solid surface ആണ്. Heat exchangers ഹീറ്റ് ട്രാൻസ്ഫർ ആണ് അവിടെ മെയിൻ ആയിട്ടും വരുന്നത്. എക്സ്ട്രാക്ഷൻ കാൻ ഒക്കർ ഇൻ ബോത്ത് ലിക്വിഡ് ലിക്വിഡ് ഓർ സോളിഡ് ലിക്വിഡ് സിസ്റ്റം. അപ്പോൾ ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, ദാറ്റ് ഇസ് 3 ഓൺലി. മൂന്നാമത്തതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് മൊമെന്റം ട്രാൻസ്ഫർ യൂണിറ്റ് ഓപ്പറേഷൻ. ട്രൂ ആണ് വരുന്നത് കേട്ടോ. Internal circulation of fluid involves the movement of fluid within the tube and include the use of pump and compressor. External circulation of fluid occurs when a fluid moves through the internal part of the solid. Fluidization is a type of external circulation where fluid move through porous fixed beds. Sedimentation and filtration are example of operation dealing with solid movement within the fluid. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണല്ലേ. സെഡിമെന്റേഷൻ ആൻഡ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത് വിത്തിൻ ദ ഫ്ലൂയിഡിൽ സോളിഡിന്റെ മൂവ്മെന്റ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി ഇന്റേണൽ സർക്കുലേഷൻ ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? മൂവ്മെന്റ് ഓഫ് ഫ്ലൂയിഡ് വിത്തിൻ ദ ട്യൂബ് ആൻഡ് ഇൻക്ലൂഡ് ദ യൂസ് ഓഫ് പമ്പ് ആൻഡ് കംപ്രസേഴ്സ്, അത് കറക്റ്റ് ആണ്. എക്സ്റ്റേണൽ സർക്കുലേഷൻ ഓഫ് ഫ്ലൂയിഡ് ഒക്കേഴ്സ് വെൻ എ ഫ്ലൂയിഡ് മൂവ്സ് ത്രൂ ദ ഇന്റേണൽ പാർട്ട് ഓഫ് ദ സോളിഡ്, അത് തെറ്റാണല്ലേ. ആൻഡ് ഫ്ലൂയിഡൈസേഷൻ ഇസ് എ ടൈപ്പ് ഓഫ് എക്സ്റ്റേണൽ സർക്കുലേഷൻ വെർ ഫ്ലൂയിഡ് മൂവ്സ് ത്രൂ പോറസ് ഫിക്സ്ഡ് ബെഡ്സ്, അപ്പോൾ അത് കറക്റ്റ് ആണ്. ഇപ്പോൾ 1, 2 and 4 1, 3 and 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. 2 തെറ്റാണ്. ഫൈൻഡ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഹീറ്റ് ട്രാൻസ്ഫർ യൂണിറ്റ് ഓപ്പറേഷൻ. ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഹീറ്റ് ട്രാൻസ്ഫർ യൂണിറ്റ് ഓപ്പറേഷനുമായിട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. Conduction requires a material medium for heat flow. Convection involves heat transfer due to fluid movement. Radiation requires a material medium for heat transfer. Pasteurization and sterilization are example of heat transfer application in food processing. അപ്പോൾ ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നമുക്ക് നോക്കാം. കണ്ടക്ഷൻ റിക്വയർസ് എ മെറ്റീരിയൽ മീഡിയം കറക്റ്റ് ആണ്. കൺവെക്ഷൻ ഒരു ഫ്ലൂയിഡ് മൂവ്മെന്റ് ബേസ് ചെയ്തിട്ടാണ്. റേഡിയേഷൻ ഇറ്റ് ഡസ് നോട്ട് റിക്വയർസ് എ മീഡിയം ആവശ്യമില്ല റേഡിയേഷന്. പാസ്ചറൈസേഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ എക്സാമ്പിൾ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 3 ആണ്. റേഡിയേഷന് ഒരു മീഡിയം വേണം എന്ന് ഇല്ല. നെക്സ്റ്റ് വൺ അസേർഷൻ ആൻഡ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അസേർഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ റീസൺസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം ഓപ്ഷൻസ് ഏതൊക്കെ വരുമെന്ന് നോക്കാം. So unit operations are fundamental in food processing because they modify raw material to yield product with improved market acceptance, storage and transport characteristic. Unit operation involve only physical changes in the raw material. അപ്പം അസേർഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. റീസൺ ഇസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. ഫിസിക്കൽ മാത്രമല്ല അവിടെ വരുന്നത് അല്ലേ, കെമിക്കൽ ആൻഡ് ബയോകെമിക്കൽ ചേഞ്ചസ് വരുന്നുണ്ട്. സോ അസേർഷൻ മാത്രമാണ് ട്രൂ, റീസൺ ഈസ് ഫോൾസ്. Assertion: distillation is a mass transfer unit operation used to separate component in a mixture by taking advantage of difference in their vapor pressure. Separation in distillation occur because the component have different boiling point which is influenced by the applied temperature gradient. അപ്പോൾ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് മാസ് ട്രാൻസ്ഫർ ആണ്, മാസ് ട്രാൻസ്ഫർ യൂണിറ്റ് ഓപ്പറേഷൻസ് ആണെന്നും അത് ബേസ്ഡ് ഓൺ വേപ്പർ പ്രഷർ ഡിഫറൻസ് വെച്ച് ചെയ്തിട്ടാണത് സെപ്പറേഷൻ നടത്തുന്നതെന്നുമാണ് പറഞ്ഞത്. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ, അല്ലെങ്കിൽ അസേർഷൻ എന്ന് പറയുന്നത് ട്രൂ ആണ്. ഇനി റീസൺ നോക്കേ, സെപ്പറേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഹീറ്റ് ഗ്രേഡിയൻറ്റ്, ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് ബേസ് ചെയ്തിട്ടായിരിക്കും അവിടെ എന്ത് നടക്കുക? സെപ്പറേഷൻ നടക്കുക എന്നാണ് പറയുന്നത്. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് രണ്ടും കറക്റ്റാണ്, ബട്ട് ഇറ്റ് ഇസ് നോട്ട് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ. നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ. അതായത് ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന് കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, രണ്ടും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്.
Adsorption is a process used in unit operation where components of a mixture are separated based on their solubility difference in a liquid. In adsorption, molecules are retained on the surface of a solid due to intermolecular forces. അപ്പോൾ ഇതിൽ അഡ്സോപ്ഷൻ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ഓപ്പറേഷൻ ആണെന്ന് പറയുന്നുണ്ട്. വേർ ദ കമ്പോണന്റ് ഓഫ് എ മിക്സ്ചർ ആർ സെപ്പറേറ്റഡ് ബേസ്ഡ് ഓൺ ദ സോലബിലിറ്റി ഡിഫറൻസ് ഇൻ ലിക്വിഡ്. അത് അഡ്സോപ്ഷനിലാണോ വരുന്നത്? അല്ലല്ലേ. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഫോൾസ് ആൻഡ് ആർ ട്രൂ ആണ്. Freeze drying is an effective dehydration method used in food processing for preserving heat sensitive products. Freeze drying removes water by converting ice directly into vapor, that is sublimation, thereby avoiding the liquid phase and protecting the product structure and nutrients. So, our reason correct ആണ്, correct statements ആണ്. So, both A and R are true and R is the correct explanation. Complementary unit operations such as grinding and milling are classified under mass transfer operation in food process engineering. Complementary unit operation do not involve any significant transfer of mass, energy and momentum. സോ ആർ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. അപ്പോൾ കറക്റ്റ് നമുക്ക് ഏത് പ്രോസസ്സാണ് അവിടെ നടക്കുന്നതെന്ന്, അല്ലെങ്കിൽ അവിടെ മാസോ എനർജിയോ അല്ലെങ്കിൽ മൊമെൻറ്റോ ട്രാൻസ്ഫറോ നടക്കും എന്ന് പറയാൻ പറ്റാത്തതിനെയാണ് കോംപ്ലിമെൻ്ററി യൂണിറ്റ് ഓപ്പറേഷൻസിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് അല്ലേ. സോ ആറ് ട്രൂ ആണ്, എ ഫോൾസ് ആണ്. അപ്പോൾ അത്രയാണ് നമ്മളെ യൂണിറ്റ് ഓപ്പറേഷൻ്റെ ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഇത്. ഇതിൽ നിങ്ങൾ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത്? യൂണിറ്റ് ഓപ്പറേഷൻ എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ നന്നായിട്ട് നോക്കുക. ക്ലാസിഫിക്കേഷനിൽ ഓരോന്നിൻ്റെ അണ്ടറിൽ, അതായത് ഫിസിക്കൽ സ്റ്റേജ്, കെമിക്കൽ സ്റ്റേജ് ആൻഡ് ബയോകെമിക്കലിൻ്റെ അണ്ടറിൽ വരുന്ന യൂണിറ്റ് ഓപ്പറേഷൻസിൻ്റെ എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക. അത് മാത്രമാണ് ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓരോ ക്ലാസ്സസിൻ്റെയും അണ്ടറിൽ വരുന്ന എക്സാമ്പിൾ ഓഫ് യൂണിറ്റ് ഓപ്പറേഷൻസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. നമുക്ക് ക്വസ്റ്റ്യൻ അങ്ങനെ ആയിരിക്കും വരുന്നത്. ഫിസിക്കൽ സ്റ്റേജ് അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ചസ് വരുന്ന യൂണിറ്റ് ഓപ്പറേഷൻസ് ഏതൊക്കെ, അല്ലെങ്കിൽ ബയോകെമിക്കൽ സ്റ്റേജസ് വരുന്നത് ഏതൊക്കെ, അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ മാസ് ട്രാൻസ്ഫർ നടക്കുന്ന യൂണിറ്റ് ഓപ്പറേഷൻസ് ഏതാണ്, അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ എങ്ങനെയൊക്കെ നടക്കാം, അല്ലെങ്കിൽ അതിൽ വരുന്ന യൂണിറ്റ് ഓപ്പറേഷൻസ് ഏതാണ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനി ഇതിൽ ഓരോ യൂണിറ്റ് ഓപ്പറേഷൻസും നമുക്ക് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അതോടെ തന്നെ നമുക്ക് പഠിക്കാം. അതുവരെ ബൈ ബൈ ആൻഡ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇന്ന് പഠിപ്പിക്കുന്ന ഈ പോർഷൻ ഇന്ന് തന്നെ പഠിക്കുക. ഓക്കെ, സോ താങ്ക് യു എവരിവൺ.